മഹിളാ കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടപ്പരാതി. രാഷ്ട്രീയത്തിലും സജീവമായി ഇടപെടുന്ന പലരെയും തഴഞ്ഞാണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നാണ് ആരോപണം. 10 എംപിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പരാതി നൽകി. പ്രവർത്തന പരിചയം പോലും പരിഗണിക്കാതെയാണ് ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നാണ് പ്രധാന ആരോപണം. വിവരങ്ങളുമായി ആന്റണി ജി ജോർജ് ചേരുന്നു. ആന്റണി, കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കം AICCക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഈ പുനഃസംഘടനയെ പറ്റി അന്വേഷിക്കണം, ആ പുനഃസംഘടന റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്താണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത്? JB മേത്തർ അധ്യക്ഷയായുള്ള മഹിളാ കോൺഗ്രസിനെതിരെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. 10 എംപിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്താ വിവരങ്ങളുമായി ആന്റണി ജി ജോർജ് ചേരുന്നു. ആന്റണി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജി, കഴിഞ്ഞ ദിവസമാണ് ഈ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്, പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമാണ്, കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നത്. KPCC പ്രസിഡന്റിനോട് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ ഒരു പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് അയച്ചതും ഇത് ഇപ്പോൾ ഈ പട്ടിക പ്രകാരമുള്ള പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചിരിക്കുന്നതും. ഇതിൽ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടില്ല. ഈ പ്രവർത്തന പരിചയമൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഈ പട്ടികയിൽ തഴഞ്ഞിട്ടുണ്ട്. ഈ സജീവമായി ഈ പ്രവർത്തനങ്ങൾക്കൊന്നും വരാത്ത ആളുകൾ പോലും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രധാനമായും ഈ പരാതികളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ 10 എംപിമാരാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ ഏകപക്ഷീയമായ നിലപാടാണ് നടത്തിയിരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നില്ല, ഒരു തരത്തിലുമുള്ള ചർച്ചയും നടന്നിട്ടില്ല. അത്തരത്തിലാണ് ഈ ലിസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് നടപടി വേണമെന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം. അതേപോലെ തന്നെ ഈ ജെബി മേത്തറിന്റെ പദവിയിലും എംപിമാർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ റായ്പൂർ കോൺഗ്രസിന്റെ റായ്പൂർ സമ്മേളനത്തിൽ വെച്ചൊരു തീരുമാനമെടുത്തിരുന്നു, ഇരട്ട പദവി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഒരാൾക്ക് ഒരു പദവി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം ഇപ്പോൾ. പക്ഷേ ജെബി മേത്തറുടെ ഈ ഇരട്ട പദവി ഒരേ സമയം സംസ്ഥാന അധ്യക്ഷയും അതുപോലെ തന്നെ അവർ എംപിയുമായിരിക്കുന്നതും ഈ പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യവും കൂടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ ഇത് പുതിയൊരു പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രശ്നത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഏതായാലും ഇനി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ കൂടിയാലോചനകളില്ലാതെ ലിസ്റ്റ് തയ്യാറാക്കിയതിനെതിരെ അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. KPCC ഓഫീസിലേക്ക് ജെബി മേത്തർ വിളിച്ചു വരുത്തി KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകരുത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും ഒക്കെ നൽകിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതും അതിൽ വിമർശനവുമായി എംപിമാരും പരാതിയുമായി എംപിമാരൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. വാജി, മഹിളാ കോൺഗ്രസ് പൊട്ടിത്തെറി, JB മേത്തർ കൂടിയാലോചനയില്ലാതെയാണ് തീരുമാനമെടുത്തതെന്നാണ് ആക്ഷേപം. ഹൈക്കമാൻഡിലേക്ക് പരാതി പ്രളയമാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജി ജോർജ്.